ഓക്കെ, റെഡി ആയോ എല്ലാവരും? യെസ് മാം. കുറച്ച് വേണമല്ലോ ക്ലാസ്സിലൊക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അടുത്ത ദിവസം നമ്മൾ പുതിയ ചാപ്റ്റർ ആണ് തുടങ്ങുന്നത് അല്ലെ? ഏത് ചാപ്റ്റർ പറഞ്ഞിരുന്നേ? ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്റർ നമ്മൾ പറഞ്ഞത് എടുക്കുന്ന ഓർമ്മയില്ല? യെസ്, മെഡിക്കൽ ഇൻഷുറൻസ്. അതാണ് നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പേര്. അത് നമ്മളുടെ 4ാമത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടാണ് കിടക്കുന്നത്. ചിലര് പറയും ഇനി അത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ കിടക്കുകയാണല്ലോ എന്ന്. കിടന്നോട്ടെ അവിടെ, പക്ഷെ നമ്മൾ ഇത് എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം പിന്നീട് വന്ന കുറെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കയറിയപ്പോ കുറച്ച് പേരെ എന്നോട് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു. അത് ചാപ്റ്റർ തുടങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് എന്നോട് അങ്ങനെയൊക്കെ സംശയങ്ങൾ ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ ആ സംശയം നിങ്ങളുടെ ഇടയിൽ ചോദിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞേക്കട്ടെ. നിങ്ങളുടെ ചാപ്റ്റേഴ്സ് 52 ചാപ്റ്റർ ആണ്. 1 തുടങ്ങി 52 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ഈ മൊഡ്യൂളുകളിൽ ഉള്ളത്. ഇപ്പൊ നമ്മളുടെ പുതിയ എക്സാം സിലബസ് ഡിപ്പാർട്ട്മെന്റില് എന്താ പറയാ ചില അറേഞ്ച്മെന്റുകളൊക്കെ നടത്തിയിരുന്നു. എക്സാം ഡിപ്പാർട്ട്മെന്റുകൾ അവർ നടത്തിയ അറേഞ്ച്മെന്റുകളിൽ നമ്മുടെ ഈ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ 4ാമത്തെ മൊഡ്യൂളിലേക്ക് പോയി. എന്ന് വെച്ചാൽ 1, 2, 3, 4 എന്നിങ്ങനെ 4 മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്റേഴ്സ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അതില് 1ാമത്തെ മൊഡ്യൂളും 2ാമത്തെ മൊഡ്യൂളിലും രണ്ടും കൂടി ചേർത്ത് ഒരു 28 ചാപ്റ്റേഴ്സ്. എത്ര എണ്ണം? 28 ചാപ്റ്റർ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിന്റെ എക്സാംസ് കഴിഞ്ഞു. ഓക്കെ, ഇനി 3rd and 4th മൊഡ്യൂളുകളാണ് ഇപ്പൊ ടീച്ചേഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 4th മൊഡ്യൂളിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിൽ രണ്ടിലും കൂടി, അതായത് 3rd and 4th മൊഡ്യൂളിൽ ഒരുമിച്ച് നമുക്കൊരു 24 ചാപ്റ്റേഴ്സ്, 24 ചാപ്റ്റർ ആണ് ഉള്ളത്. ഓക്കെ, അങ്ങനെ 28 പ്ലസ് 24 ചേർത്ത് 52 ചാപ്റ്റർ ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ ചിലര് അവിടെ ആയിരുന്നല്ലോ, അതെന്തുകൊണ്ട് അവിടെ എടുത്തില്ല? അവിടെ എടുത്തില്ലല്ലോ, അവിടെ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് എക്സാമിന് കഴിഞ്ഞു പോയത്, ദാറ്റ് മീൻസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് ചാപ്റ്ററുകൾ തീർന്നു പോയത് നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് നോക്കാം. ബാക്കി എന്താണോ വന്നെ ആ ബാക്കിയുള്ളത് ഇപ്പൊ എടുക്കും. ഏത് 3rd and 4th മൊഡ്യൂളുകളിലായിട്ട് എടുക്കും. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇനി ആർക്കെങ്കിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്യോ ടീച്ചേഴ്സ്? ഒരിക്കലും ഇല്ല, ഒറ്റ ചാപ്റ്ററും സ്കിപ്പ് ചെയ്യില്ല, മിസ് ചെയ്യില്ല. എല്ലാം തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തീർത്തിട്ടേ ഞങ്ങൾ വിടുള്ളൂ. 52 ചാപ്റ്ററും എടുത്ത് തീർത്തിട്ടേ വിടുള്ളൂ. നിങ്ങൾ ഇനിയിപ്പോ പറഞ്ഞാലും ശരി, അയ്യോ ഇത് കുറെ ഉണ്ടല്ലോ പഠിക്കാൻ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ശരി, എടുക്കാൻ നമുക്ക് എന്താ പറയാ സിലബസിനകത്തുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടൊക്കെ പോവുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ ചാപ്റ്ററുകൾ ഒന്ന് നോട്ട് ചെയ്യണം. ഇനി ഇടയിൽ അതിനെ കുറിച്ചൊരു സംശയം ചോദിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എടുത്ത് പറഞ്ഞത്. കാരണം നേരത്തെ കുട്ടികൾ അങ്ങനെ ഒരു ഡൗട്ട് പ്രകടിപ്പിച്ചു. അപ്പൊ അത് എന്തായാലും നിങ്ങളും സ്വാഭാവികമായിട്ട് വരും എന്ന് അഡ്വാൻസ് ആയി കണ്ടുകൊണ്ട് ഞാൻ തന്ന ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. അതിനെ കുറിച്ച്, അതായത് എക്സാംസിന്റെ സ്റ്റൈലിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ എന്താ പറയാ നമ്മളുടെ ബാച്ചസിൽ ഉണ്ടായിരുന്ന പോലെ, പഴയ ബാച്ചസിനെ പോലെയല്ല, പുതിയ പുതിയ മാറ്റങ്ങൾ എക്സാം ഡിപ്പാർട്ട്മെന്റുകൾ കൊണ്ടുവരുമല്ലോ. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ സംബന്ധിക്കുന്ന ഒരു ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് സാറിന്റെ ക്ലാസ് ആയിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ഇട്ട് തന്നിരുന്നു. ആരൊക്കെ കണ്ടു കണ്ടില്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ കണ്ടവർക്കാണെങ്കിൽ അവിടെ സംശയങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. അത് കാണാത്തവർക്കാണ് ഇത്തരം ഡൗട്ട്സ് ഒക്കെ വന്നത്. ഓക്കെ, എങ്കിലും എന്റെ ഒരു രീതിക്ക് ഞാനതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഇൻഷുറൻസ്? ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണ് നമുക്ക് അൺഫോർസീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് അത്തരം മുന്നിൽ കാണുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകാവുന്ന ചില ലോസസ്, ചില നഷ്ടങ്ങൾ, ചില എക്സ്പെൻസുകൾ, ചില ചെലവുകളൊക്കെ നമുക്ക് വരുമെന്ന് നമ്മൾ എന്താ പറയാ പ്രതീക്ഷിച്ചുകൊണ്ട്, അത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയാ ആ നഷ്ടത്തെ അല്ലെങ്കിൽ ആ ഒരു ചെലവിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ
പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഭവമാണ് എന്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ഒരുക്കുകയാണ്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് എത്ര രൂപകളാ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇന്നത്തെ കാലത്ത് വരുന്നത് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് തന്നെയാണ് അല്ലെ. നമുക്ക് രോഗങ്ങളൊക്കെ വരുമ്പോൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നു, ഒത്തിരി ചെലവുകൾ വരും. ബിക്കോസ് ഇന്ന് ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റുകൾ ഹോസ്പിറ്റൽസിൽ വന്നേക്കുന്നതുകൊണ്ട് അവരുടെ ആ ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ അവർ ഉപയോഗിക്കുമ്പോൾ അവരുടെ ആ മെഷീൻസിന്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്കറിയാം ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും അത്തരം മെഷീൻസ് ഒക്കെ ഹോസ്പിറ്റൽസ് കൊണ്ടുവന്നത് ചെയ്തത്. സോ സർജറീസിനായാലും മറ്റേതെങ്കിലും ട്രീറ്റ്മെന്റ് വൈസിനായാലും എന്താണ് ഒരുപാട് ഇങ്ങനെയുള്ള ചെലവുകൾ വരുന്നുണ്ട്. അപ്പൊ ആ ചെലവുകളൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര എന്താ പറയാ വലിയ ലക്ഷറിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ, ഹൈ എന്താ പറയാ 5, 6, 7 ഒക്കെ അക്കം ശമ്പളമുള്ള ആളുകളെ സംബന്ധിക്കുന്ന കാര്യമല്ല. ഒരു ആവറേജ് പീപ്പിളിനെ സംബന്ധിച്ച് ഇത്തരം എക്സ്പെൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിലേക്ക് വരുമ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബം ഫാമിലിയിലെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ തന്നെ വളരെയധികം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മളിൽ നിന്ന് നമ്മൾ എന്താ പറയാ ഒരു ചെറിയ കുഞ്ഞു തുകകളൊക്കെ മാറ്റിവെച്ച് നീക്കിവെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു പദ്ധതി അതാണ്. സോ ഇറ്റ് ഈസ് ടു ഇൻഡെംനിഫൈ എ ലോസ് ഓർ എക്സ്പെൻസ് വിച്ച് ക്യാൻ ബി ഒക്കേർഡ്. അത് നമ്മൾക്ക് നേരിടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങള് എക്സ്പെൻസുകളെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇൻഡെംനിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എഗ്രിമെന്റ്, ഒരു കരാർ, അതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് പല രീതിയിലുണ്ട്. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, ജനറൽ ഇൻഷുറൻസ് ഉണ്ട്. ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരാളുടെ ജീവന് വേണ്ടിയിട്ടുള്ള അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ആണ്, ഒരാളുടെ ലൈഫിൽ എടുക്കുന്ന ഇൻഷുറൻസ് ആണ്. അതേസമയം ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ വസ്തുവകകൾക്ക്, പ്രോപ്പർട്ടീസിനാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ തിങ്സ് അല്ലെ, അതുപോലെ തന്നെ സ്റ്റോക്ക്. നമ്മളിപ്പോ ബിസിനസ്സുകാരൊക്കെയാണെങ്കിൽ അവരുടെ ബിസിനസ്സിൽ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ സാധനങ്ങൾ അവർ എന്ത് ചെയ്യുന്നു, ഇൻഷുർ ചെയ്യുന്നു. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതുമൂലം സംഭവിക്കാം. തീപിടുത്തം ഉണ്ടായി, ബിസിനസ് സംരംഭത്തിൽ എന്തെങ്കിലും വയറ് ഷോർട്ട് ആയിട്ടൊക്കെ അങ്ങനെ എന്തോരൊക്കെ നമ്മൾ കേട്ടേക്കണല്ലേ, അവിടെ തീ പിടിച്ചു, നശിച്ചു, കുറെ ഗുഡ്സ് അവരുടെ കച്ചവടം ചെയ്യാൻ കൊണ്ടുവച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അതിനകത്തൊക്കെ ഫയർ പടർന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചു പോകും. സോ അവർക്ക് വലിയ നഷ്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. സോ അത്തരം നഷ്ടങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ നഷ്ടങ്ങളുടെ സാധ്യതകളും അത്തരം അങ്ങനെ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതാണ് ജനറൽ ഇൻഷുറൻസ് വിഭാഗത്തിലൊക്കെ വരിക. ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന പല സാധനങ്ങൾക്കും, നമ്മളുടെ വണ്ടി വാഹനങ്ങളൊക്കെ, അതുപോലെ മൊബൈലുകള്, ഈവൻ ഇപ്പൊ ലോൺ ബാങ്കുകളിൽ നിന്ന് ലോൺ കൊടുക്കുമ്പോൾ പോലും ഇല്ലേ, വീടൊക്കെ പണിയാൻ ലോൺ കൊടുക്കുമ്പോൾ അതുവരെ ഇൻഷുർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു ഇൻഷുറൻസ്, അതായത് ആ വീടിന് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പണിതുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇത് പല രീതിയിലുണ്ട്. നമ്മളിവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് കൂടുതലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കും. അതായത് നമ്മൾ പല രീതിയിലുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവരായിരിക്കും. ഹോസ്പിറ്റൽസിൽ ഇൻഷുറൻസ് ക്ലെയിം ഉള്ളവരാണോ എന്ന് അവർ ചോദിക്കും. നമ്മൾ സെലക്ട് ചെയ്യും, അയ്യോ എനിക്ക് ക്ലെയിം ഉള്ളതാ, പിന്നെ ഹോസ്പിറ്റലിൽ പറ്റില്ല, ക്ലെയിം കിട്ടണമെങ്കിൽ എന്താ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ നമ്മൾ ചൂസ് ചെയ്യും അല്ലെ. കാരണം ആ ഒരു ക്ലെയിമിന്റെ ആ ഒരു പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് അത് അവൈലബിൾ ആകുന്നത് ആ ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിലായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലം നോക്കി പോകുന്ന പേഷ്യൻസും ഉണ്ട് രോഗങ്ങൾ വരുമ്പോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഇത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി ചിലപ്പോൾ എല്ലാവർക്കും അതിനെ കൊണ്ട് കഴിവുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ഇൻഷുറൻസിനകത്തുള്ളത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ ബിഫോർ നിങ്ങൾ എന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനത്തെ മെഡിക്കൽ ഇൻഷുറൻസ് സ്കീമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണോ? ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ? ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായവർ എടുത്തിട്ടുള്ളവര് അങ്ങനെ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ച്? അതിവിടെ പറയുന്നുണ്ട്. RSBY അല്ലെ, ESI കേട്ടിട്ടില്ലേ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ RSBY എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്ലെയിമുകൾ, അതിനെ കുറിച്ചിട്ട് ഇഷ്ടംപോലെ നമുക്ക് പഠിക്കാൻ നേരം പറയാം. പക്ഷേ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് വി ഹാവ് ടു ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പ്ലെയിൻ വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ടേംസ് വിച്ച് ആർ കൺസേൺഡ് വിത്ത് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പുതിയ ടേമുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ. ആ ടേമുകൾ പഠിച്ചതിന് ശേഷം നമുക്ക് ഇൻഷുറൻസിലേക്ക് കടക്കാം. അപ്പൊ ഇൻഷുറൻസ് എന്ന് പറയുന്നത്
ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ചില പുതിയ പദങ്ങളാണ്. പുതിയതൊന്നും ആയിരിക്കില്ല, കുറെ പദമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അത് നമുക്ക് ഇവിടെ ഉണ്ട്. ആ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസ് മീറ്റ്സ് അവർ മെഡിക്കൽ എക്സ്പെൻസസ് വിച്ച് ആർ കോസ്ഡ് ബൈ ഡിസീസസ്, ഇഞ്ചുറീസ് ഓർ എനി ആക്സിഡൻസ്. അതായത് ഒരാൾക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങള്, അല്ലെങ്കിൽ ഇഞ്ചുറീസ്, മുറിവുകൾ, അല്ലെങ്കിൽ ആക്സിഡൻസ്, അങ്ങനെ വരുമ്പോൾ ഉണ്ടാകാവുന്ന മെഡിക്കൽ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യുന്ന ഇൻഷുറൻസിനെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുക. വളരെ സിമ്പിൾ സെന്റൻസിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിന് വല്ല സംശയമുണ്ടോ ഇനി ആ സെന്റൻസിന്? ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് മെഡിക്കൽ എക്സ്പെൻസസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ്. എന്തെങ്കിലും രോഗങ്ങളോ ആക്സിഡന്റുകളോ മൂലമുണ്ടാകുന്ന എന്താ പറയാ ഹോസ്പിറ്റൽ ചെലവുകൾ, മെഡിക്കൽ ചെലവുകൾ, മരുന്നിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന ചെലവുകൾ മീറ്റ് ചെയ്യുന്ന ഇൻഷുറൻസിനെ പറയുന്ന പേരാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ബിക്കോസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേമുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറയില്ല. ടേം തീരുന്നത് വരെ ഞാൻ പറയില്ല. ആ ടേം ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, ബോൾഡാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ബോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ ടേംസും അതിന്റെ എക്സ്പ്ലനേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അതെല്ലാം അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. തൽക്കാലം അങ്ങനെ അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇനി there are mainly two parties which are included in medical insurance. നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ഇൻഷുറൻസ് അല്ല, ഏത് ഇൻഷുറൻസ് എടുത്താലും പ്രധാനമായിട്ടും അതിൽ ഉൾപ്പെടുന്ന രണ്ട് വ്യക്തികൾ, അതിന്റെ ബേസിക് ആയിട്ട് വേണ്ട രണ്ടാളുകളുണ്ട്. ആ രണ്ടാളുകൾ ആരൊക്കെയാണെന്നാണ് അടുത്ത് പറയുന്നത്. ഒന്ന് ഇൻഷുററും ഒന്ന് ഇൻഷുവേർഡും. ഇൻഷുറർ ആൻഡ് ഇൻഷുവേർഡ്. ഹു ഈസ് ഇൻഷുറർ ആൻഡ് ഹു ഈസ് ഇൻഷുവേർഡ്? ആരാണ് ഈ ഇൻഷുററും ഇൻഷുവേർഡും? ഇൻഷുവേർഡ് ഈസ് ദ പേഴ്സൺ or a business organization which gets compensated if any loss occur. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിക്കുമ്പോൾ ആ നഷ്ടത്തിന്റെ നഷ്ടപരിഹാരം അനുഭവിക്കാൻ ഉള്ള ആള് എന്ന് വെച്ചാൽ ആ നഷ്ടപരിഹാരം കിട്ടേണ്ട വ്യക്തി. അത് വ്യക്തിയാകാം, ഏതെങ്കിലും ബിസിനസ് സംരംഭമാകാം. അതെന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം കേട്ടോ. ഒരു വ്യക്തിക്കായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനം. ആർക്കാണോ നഷ്ടം സംഭവിച്ചത്, ആ നഷ്ടം സംഭവിച്ച ആൾക്ക് എന്ത് കിട്ടണം? നഷ്ടപരിഹാരം കിട്ടണം. ആ നഷ്ടപരിഹാരം കിട്ടുന്ന വ്യക്തിയാണ് നമ്മൾ ഇൻഷുവേർഡ് എന്ന് വിളിക്കുക. ആ സെന്റൻസ് ഒന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യണം. അവിടെ ഇച്ചിരി തെറ്റുണ്ട്. The insured is the person or business that gets compensated if the loss occurs. അവിടെ കുറിച്ചോപ്പെടാമോ? If the loss occurs എന്നുള്ളത് അവിടെ വരെ മതി. അത് കഴിഞ്ഞ് നടക്കുന്ന ഈസ് നോൺ ആസ് ദ എന്നുള്ളതൊന്ന് സ്ട്രൈക്ക് ചെയ്തൊക്കെ വെട്ടി കളഞ്ഞത്, അത് വേണ്ട. മനസ്സിലായോ സെന്റൻസ് എന്താന്ന്? ഇൻഷുർഡ് ആരാണ് മനസ്സിലായ? ഉദാഹരണം പറയാം. ഞാൻ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി, ഒരു LIC എടുത്തിരിക്കുകയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു LIC എടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ആണ് എടുത്തിരിക്കുന്ന വ്യക്തി. അപ്പൊ എനിക്ക് ഉണ്ടാകുന്ന എന്താ പറയാ എന്തെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ചെലവുകള് ഓൺ ഓൺ ദ മെച്യൂരിറ്റി വിച്ചെവർ കംസ് ഏർലിയർ, ഏതാണോ ആദ്യം നടക്കുന്നത്. ഒന്നില്ലെങ്കിൽ എന്റെ ആ എടുത്തിരിക്കുന്ന ഒരു എന്താ പറയാ ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു പോളിസി പീരീഡ് ഉണ്ട്. ഇത്ര സമയം വരെ, 20 വർഷം, 10 വർഷം, 15 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പീരീഡ് ഉണ്ട്. അപ്പൊ ആ പീരീഡ് ഒന്നുകിൽ ആ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കാം, മരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ സംഭവിച്ച് വലിയൊരു എക്സ്പെൻസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരിക, ഹോസ്പിറ്റലൈസ്ഡ് ആകാത്ത ദീർഘകാലമൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ആ നഷ്ടത്തിന്റെ പരിഹാരം എനിക്ക് കിട്ടേണ്ടതാണ്. ഞാനാണ് എടുത്തിരിക്കുന്നത്. ആ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ ഇൻഷുർഡ് എന്ന് പറയുന്നത്. Okay, and who is the insurer? Insurer is the company that agrees to pay the compensation. ഈ നഷ്ടപരിഹാരം തരാമെന്ന് എഗ്രി ചെയ്യുന്ന, സമ്മതിക്കുന്ന കമ്പനിയാണ് നമ്മൾ ഇൻഷുറർ എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് അതാരാ? ഇൻഷുറൻസ് കമ്പനിയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാൻ ഇൻഷുർഡ്, ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. അപ്പൊ സോ there are two parties to an insurance. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികളാണ് ബേസിക് ആയിട്ടുള്ളത്. ഒന്ന് ഇൻഷുർഡും മറ്റൊന്ന് ഇൻഷുററും. ഇൻഷുർഡ് എന്ന് പറയുന്നത് the person who gets the compensation, നഷ്ടപരിഹാരം കിട്ടുന്ന വ്യക്തിയാണ്. ഇൻഷുറർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. who provides the compensation, ആ കോമ്പൻസേഷൻ കൊടുക്കുന്ന വ്യക്തിയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? മനസ്സിലായില്ലേ? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇൻഷുർഡ് ഇസ് ദ പേഴ്സൺ ഓർ എന്താ പറയാ ബിസിനസ്, അതായത് ഇപ്പൊ വ്യക്തി. ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ ഞാൻ ഇൻഷുർഡ്, ഇൻഷുറൻസ് കമ്പനി ഇൻഷുററുമാണ്. ഇത് ഒരു ബിസിനസ്സും ആകാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചില ബിസിനസ്സുകാര് എന്ത് ചെയ്യാറുണ്ട്, ചില റിസ്കി ആയിട്ടുള്ള ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന്റെ പേരിൽ എന്ത് ചെയ്യും, ആ തൊഴിൽ ചെയ്യുന്ന എംപ്ലോയീസ് ഇല്ല, അവരുടെ പേരിൽ
2 3 പേരുടെ ഒരുമിച്ചൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ അവരുടെ പേരിൽ ഇൻഷുർ എടുക്കും. ആര്? എംപ്ലോയർ എടുക്കും. കാരണം എന്താണെന്ന് വെച്ചോ, കാരണം അത്രയും ഈ റിസ്കി ആയിട്ടുള്ള ഒരു ജോലിയാണ് അവർക്ക് കൊടുത്തേക്കണേ. അപ്പൊ അത്തരം ജോലിയിൽ അവർക്ക് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ചില അപകടങ്ങളാകാം, എന്തെങ്കിലും രോഗങ്ങളാകാം. അപ്പൊ അവർക്കും ചിലപ്പോൾ ഇതുപോലെയുള്ള രോഗങ്ങളോ അപകടങ്ങളൊക്കെ വരുമ്പോൾ അവരെ ഹോസ്പിറ്റലൈസ്ഡ് ആകും. അപ്പൊ ഈ ജോലി സ്ഥാപനത്തിൽ വെച്ച് തന്നെ ഇവർക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യണം? ഇവർക്ക് അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ ചികിത്സാ ചെലവുകളൊക്കെ ഈ എംപ്ലോയർ വഹിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു തുകയൊക്കെ ഈ എംപ്ലോയീസിന് വേണ്ടിയിട്ട് എംപ്ലോയർ വഹിക്കാൻ പോയി കഴിഞ്ഞാൽ അതവരുടെ ബിസിനസിനെ സംബന്ധിക്കുന്ന നഷ്ടങ്ങളല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? നേരത്തെ കൂട്ടി അതൊക്കെ അങ്ങനെ അത്രയും റിസ്കി ആയിട്ടുള്ള ജോലികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരിൽ ഇൻഷുറൻസ് ചെയ്യുന്നു. ചെറിയ ചെറിയ പ്രീമിയം ഒക്കെ അടയ്ക്കുന്നു. സോ ഇൻഷുറൻസ് കമ്പനി അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ ചെലവുകളും മറ്റൊക്കെ വഹിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ നഷ്ടസാധ്യതകളെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ പറയുന്ന 1 ലക്ഷം രൂപ ചെലവായി, 1 ലക്ഷം ഒരുമിച്ച് ഒരുവന്റെ കയ്യിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ 1 രൂപ നീക്കി വെക്കുന്ന പോലെ കൊടുക്കുന്നവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നമ്മളെപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹൈ ലെവൽ ആളുകളെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ അസംഷനിലാണ്. എങ്ങനെ അസ്യൂം ചെയ്യണം? ആവറേജ് നോർമൽ പീപ്പിളുമായിട്ട് കൺസിഡർ ചെയ്യണം. ഒരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ച്, നോർമൽ ഇൻകം ആയിട്ടുള്ള എന്താ പറയാ സാലറീഡ് പേഴ്സൺസിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള നീക്കിയിരിപ്പുകൾ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിപ്പോ ഓരോ ദിവസം നമ്മൾക്ക് ഓരോ മാസത്തിലെ ചെലവുകൾ ഇന്നതൊക്കെയാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് നമ്മുടെ ഫാമിലിയെ കുറിച്ച്. അതിൽ നിന്നും നമുക്ക് കുറച്ച് മിച്ചം വെച്ച് നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സ്വരുക്കൂട്ടും അല്ലെ. വീട് പണിയാനാകാം, കുട്ടികളുടെ ഹയർ സ്റ്റഡീസിനാകാം, അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിച്ചു വിടാനാകാം. ഒത്തിരി കാര്യങ്ങൾ ഓരോരുത്തരുടെ മുമ്പിലുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട് അവര് ഇൻകം നേടുന്നതിന് അല്ലെ, ഓരോ കാര്യങ്ങളും. അപ്പൊ അതിനുവേണ്ടി സേവ് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ ഇരുന്ന് നമ്മൾ എണ്ണിച്ചുട്ടക്കം പോലെ ഇങ്ങനെയൊക്കെ എടുത്ത് കാശ് സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഇൻഷുറൻസോ മറ്റു കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന പെട്ടെന്ന് ഇതുപോലെയുള്ള എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന എന്തെങ്കിലും കാര്യം മനുഷ്യന്മാരുടെ അവസ്ഥയൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ സമ്പാദ്യമൊക്കെ പോകാനായിട്ട് അധികം താമസമൊന്നും വേണ്ട, പോക്കറ്റ് കാലിയാവുന്ന വഴിയറിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സോ എല്ലാവരും തന്നെ ഇന്ന് ചെറുതോ വലുതോ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഷുറൻസ് ക്ലെയിം എന്താ പറയാ ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് അങ്ങനെയാണ്. നമ്മൾ ആരും ഇവിടെ സെക്യൂർഡ് അല്ല, നമുക്ക് യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി ഇല്ല. സോ നമ്മളെ സെക്യൂർ ചെയ്യുന്നത് നമ്മൾ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മളെ സെക്യൂർ ചെയ്യാൻ ആരും വരില്ല. അപ്പൊ നമ്മളെ സെക്യൂർ ആകാൻ, നമ്മുടെ ലൈഫിനെ സെക്യൂർ ആക്കുക എന്നുള്ളതും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഷുറൻസുകൾ നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ അതാണ്, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻഷുറൻസ് ആരാണ്, ഇൻഷുർഡ് ആരാണ്. അപ്പൊ വ്യക്തികളുടെ മാത്രമല്ല, ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രമല്ല, വ്യക്തികൾക്ക് കൂട്ടായിട്ട് ബിസിനസ്സുകാരും എന്ത് ചെയ്യാറുണ്ട്? ഇതുപോലെ ഇൻഷുറൻസ് എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈസ് ദ പേഴ്സൺ ഓർ ബിസിനസ് എന്ന്. ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായില്ലേ? പറഞ്ഞത് തിരുത്തിയുണ്ടാവുമല്ലോ അവിടെ. ഇൻഷുറർ, ഇനി അവിടെയും ഒരു തിരുത്തുണ്ട്. ഇൻഷുറർ കഴിഞ്ഞിട്ട് അവിടെ ഒരു കുത്തിട്ടേക്കാണ്. ഇൻഷുറർ എന്ന് പറഞ്ഞ കുത്തില്ല കേട്ടോ, അത് ടൈപ്പ് ചെയ്തപ്പോണ്ടായ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഇൻഷുറർ ഈസ് ദ കമ്പനി, ഈസിന് ക്യാപിറ്റൽ ലെറ്റർ വേണ്ട, ഐ സ്മോൾ ലെറ്റർ ആണ്. ഇൻഷുറർ ഒരുമിച്ച് വായിക്കേണ്ട സെന്റൻസ് ആണ്. ഇൻഷുറർ ഈസ് ദ കമ്പനി ദാറ്റ് അഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. അതുകൊണ്ട് ഇന്ന് തിരുത്തിയേക്കാം. ആ കുത്ത് കളയുക, ഐ സ്മോൾ ലെറ്റർ ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വായിക്കുമ്പോൾ എവിടെയും കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന സെന്റൻസ് ആണ്. ഈസ് ദ കമ്പനി ദാറ്റ് അഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. ആര്? മറ്റേത് അപ്പുറത്തേക്ക് പോയി, ആ സെന്റൻസിന്റെ അപ്പുറത്തോട്ട് പോയി കുത്തു വന്നപ്പോ ഇല്ലെ, ഫുൾ സ്റ്റോപ്പ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ആ സെന്റൻസ് അവിടെയാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ തിരുത്താൻ പറഞ്ഞത്. തിരുത്തി എല്ലാവരും? അടുത്തതിലും ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി ഇപ്പൊ നമുക്ക് ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ, ആസ് യൂഷ്വൽ സാധാ പോളിസീസ് ഒക്കെ ആണെങ്കിൽ വി ഹാവ് ടു പേ ആൻ എമൗണ്ട് അല്ലെ. ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ ഇൻഷുറർക്ക് കൊടുക്കാറുണ്ട് അല്ലെ. ആ ഇൻഷുറർക്ക് കൊടുക്കുന്ന ആ ഒരു ഫിക്സഡ് എമൗണ്ട് ചെറുതാകാം വലുതാകാം, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സം അഷ്വേർഡ്. നമ്മൾ എടുക്കുന്ന പോളിസിയുടെ വലിപ്പം അനുസരിച്ച് ചെറുതാകാം വലുതാകാം. ചിലപ്പോൾ 300 രൂപ വെച്ച് അടയ്ക്കുന്ന പോളിസീസ് ഉണ്ട്, 1000 രൂപ മാസത്തിൽ അടയ്ക്കുന്നതുണ്ട് അല്ലെ, 10,000 വീതം എന്താ പറയാ മാസം അടയ്ക്കുന്നവരുണ്ട്. അത് ആ പോളിസിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും ആ ടൈപ്പ് ഓഫ് പോളിസിയും ഡിപ്പെൻഡ് ചെയ്താണ് അതിന്റെ വില മാറുക അല്ലെ. അപ്പൊ അങ്ങനെ ഒരു നിശ്ചിത എമൗണ്ട് മാസമായിട്ടോ ക്വാർട്ടർലി ആയിട്ടോ ഇയർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ നമ്മൾ പേ ചെയ്യുന്നത്. അങ്ങനെ പേ ചെയ്യുന്ന എമൗണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീമിയം. പ്രീമിയം അവിടെ എഴുതിയില്ല, സോ നമ്മൾ ഇത് ചേർക്കണം. എന്താണ്? ദ മണി ദാറ്റ് ഈസ് പെയ്ഡ് ബൈ ദ ഇൻഷുർഡ് ടു ദ ഇൻഷുറർ ഈസ് കോൾഡ് പ്രീമിയം. അവിടെ എഴുതി ചേർക്കാമോ ഈ സെന്റൻസിന്റെ അറ്റത്ത്? The money that is paid by the insured to the insurer
ഈസ് കോൾഡ് പ്രീമിയം. ഈസ് കോൾഡ് പ്രീമിയം അവിടെ നിന്ന് പോയി. എഴുതിയോ? ഓക്കെ. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ പ്രീമിയം അടയ്ക്കും അല്ലെ. നമ്മൾ സാധാരണ പറയുന്നത് ഈ വർഷത്തെ പ്രീമിയം, ഈ മാസത്തെ പ്രീമിയം അടച്ചില്ലല്ലോ എന്നൊക്കെ ലൈഫ് ഇൻഷുറൻസിലാണ് അതൊക്കെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക. മറ്റേ വണ്ടികളുടെ ഇൻഷുറൻസ്, അയ്യോ ഇൻഷുറൻസ് അടച്ചിട്ടില്ല അങ്ങനെ പറയുള്ളൂ. വണ്ടികളുടെ അയ്യോ കൊല്ലത്തെ ഇൻഷുറൻസ് അടച്ചിട്ടില്ല, വണ്ടിയൊക്കെ സൂക്ഷിച്ച് ഓടികളെ തട്ടലും മുട്ടലൊന്നും പാടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കും അല്ലെ. നമ്മുടെ കോമൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ അത് റെഫർ ചെയ്യുന്നതാണ്. പ്രീമിയം എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ എടുക്കുന്ന ആൾക്കാര് ഈ മാസത്തെ പ്രീമിയം അടയ്ക്കുക. നിങ്ങൾ ആ LIC അടയ്ക്കുന്നതിനകത്ത് എഴുതി വെച്ചാൽ വേർഡ് നോക്കുക, ഇൻഷുർഡ് കൊടുക്കുന്ന എമൗണ്ട്, അതിനെ പറയുന്ന പേര് പ്രീമിയം എന്നാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന പോളിസിക്ക് എത്രയാണോ അതിങ്ങനെ പല ഗഡുക്കളായിട്ട് നമ്മളിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറ്റും, ഈ പൈസ നമ്മളുടെ അവിടെ ചെന്ന് കിടക്കുകയാണ്. അതിന്റെ ഇൻട്രസ്റ്റ് കൂടി കൂട്ടിയിട്ടൊക്കെയാണ് നമുക്ക് ഇത്തരം ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഏത് രീതിയിലാണ് നമുക്ക് തരേണ്ടത് ആ എമൗണ്ട് അത് തരുന്നത്. അതവിടെ ഒരുമിച്ച് എടുക്കേണ്ടി വരാത്തവർക്ക്, അതായത് ഇപ്പൊ ഇത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ നമ്മളെ കൊണ്ട് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് എവിടെ നിന്ന് കിട്ടുന്നു, ഇൻഷുറൻസ് കമ്പനി ഇൻഡെംനിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്നതുകൊണ്ടാണ്. അതിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ എന്താ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അടുത്ത ടേം നമ്മൾ പഠിക്കേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണ്. ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞില്ല എന്താണ്, ഇറ്റ് മീൻസ് ദ മെഡിക്കൽ എക്സ്പെൻസസ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ്. രോഗങ്ങളും അതുപോലെ അപകടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിനെയാണ് അത്തരം ഇൻഷുറൻസിനെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് വിളിക്കുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എഗ്രിമെന്റ്, ഒരു എഗ്രിമെന്റ് ആണ്, കരാർ. എന്ത്, ഇൻ വിച്ച് ദ ഇൻഷുറർ എന്ന് പറയുന്ന ആളും ഇൻഷുർഡും തമ്മിലുള്ള, ഇൻഷുർഡ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു കരാറാണ്. എന്താണ് കരാർ? ഇൻ വിച്ച് ദ ഇൻഷുറർ അഗ്രീസ് ടു പേ എ സ്പെസിഫിക് ഹെൽത്ത് ഇൻഷുറൻസ് കവർ അറ്റ് എ പർട്ടിക്കുലർ പ്രീമിയം. ഒരു പ്രത്യേക പ്രീമിയത്തിന്, ഒരു നിശ്ചിത പ്രീമിയം അടച്ച് നിങ്ങൾക്കുണ്ടാകുന്ന ഏതെങ്കിലും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കവറേജ് തരാമെന്ന് ഇൻഷുറർ എഗ്രി ചെയ്യുന്നു. ആരോട്? ഇൻഷുർഡിനോട്. ഇൻഷുർഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആകാം, ഒരു ഗ്രൂപ്പ് ആകാം. അവരോട് എഗ്രി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു ഇവർ തമ്മിൽ. അപ്പൊ ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുർഡും തമ്മിലുള്ള കരാർ ഏർപ്പെടലാണ്. അപ്പൊ കരാറിൽ എന്താ, പൈസ തന്നേക്കുന്നത് മാത്രമാണോ കരാർ? തീർച്ചയായും അല്ല. നീ നിശ്ചിത പ്രീമിയം അടയ്ക്കണം. ആ നിശ്ചിത പ്രീമിയം അടച്ച് ആ പറഞ്ഞ രീതിയിൽ ഇവിടുത്തെ ഞങ്ങളുടെ കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കോമ്പൻസേറ്റഡ് എമൗണ്ട് എത്രയാണോ അത് തരാം എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കുകയും ഇൻഷുറർ അത് വെച്ചിട്ട് അവർ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. ആ കരാറിനെയാണ്, ആ അഗ്രിമെന്റിനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? എല്ലാ ടേംസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഓരോന്ന് കഴിയുമ്പോൾ ഞാൻ അത് അണ്ടർലൈൻ ചെയ്ത് പറയുന്നില്ല, ബിക്കോസ് ഈ എല്ലാ ടേമും ഇമ്പോർട്ടന്റ് ആണ്. ടേമുകളൊക്കെ ചോദിച്ചു പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലെയിം എന്താണ്. ക്ലെയിം എന്താ ക്ലെയിം എന്ന് പറഞ്ഞാൽ, ക്ലെയിം ഇസ് എ റിക്വസ്റ്റ്. അതായത് ഇൻഷുർഡ് നടത്തുന്ന ഒരു റിക്വസ്റ്റ് ആണ്, അപേക്ഷയാണ്. എന്തപേക്ഷ? അയ്യോ അടങ്ങിയ എന്തിനാ അപേക്ഷിക്കണേ ഞാൻ, കാരണം ഞാൻ അടച്ച കാശ് തന്നെയല്ലേ, എനിക്ക് ഇന്നൊരു ആക്സിഡന്റ്, ഒരു ഇഞ്ചുറി, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, എനിക്ക് തരൂ. തീർച്ചയായിട്ടും ഒരു റിക്വസ്റ്റ് തന്നെയാണ് അത്. ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന റിക്വസ്റ്റ്. എന്തിനു വേണ്ടിയിട്ട്? നമുക്കത് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, സോ യു ഹാവ് ടു ഗിവ് അപ്പ്, എന്താ പറയാ, എനിക്ക് ആ ഒരു കവറേജ് തരണം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പോളിസിയിൽ അങ്ങോട്ട് തരണം. ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ആ ഒരു നഷ്ടത്തെ എനിക്ക് ഇൻഡെംനിഫൈ ചെയ്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഇൻഷുർഡിന്റെ റിക്വസ്റ്റ്, പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ബൈ ആൻ ഇൻഷുറർ. ആരോടാ ചെയ്യേണ്ടേ? ഇൻഷുററിനോട്. നമുക്ക് എപ്പോഴാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ക്ലെയിമിന് വെക്കാൻ പറ്റുക? സോ വെനെവർ അവർ സച്ച് ഇൻസിഡന്റ് കോസസ്, ആ ഒരു സംഭവം നടക്കുമ്പോഴാണ്, ഒന്നുകിൽ ആക്സിഡന്റ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഇവരെ അറിയിച്ചിരിക്കണം. ഇൻഷുറൻസ് കമ്പനിയെ, നമുക്ക് ക്ലെയിം ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്ക് ഉള്ളവരാണെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ അവരെ അറിയിക്കണം. എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട്, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഇന്ന ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം അവരെ അറിയിക്കുക. സോ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ക്ലെയിം. അവരെ അറിയിച്ചു കഴിയുമ്പോൾ എന്തിനാ, നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് രോഗം വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവരെ അറിയിക്കുന്നതിന് ആപ്പിൾ ഓറഞ്ച് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നത് എന്നെ കാണാൻ വരാൻ വേണ്ടിയിട്ടാണോ?
തീർച്ചയായിട്ടും നമ്മളുടെ ക്ലെയിമിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ അറിയിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ റിക്വസ്റ്റ്. അത് ഇൻഷുർഡ് നടത്തുന്ന ഒരു റിക്വസ്റ്റ് ആണ്. നമുക്ക് പൈസ വേണം എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട്. അന്ന് അറിയിച്ചാൽ മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ രോഗം വരുമോ, നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് വരുമോ എന്ന് ഇൻഷുറൻസ് കമ്പനിക്കാർ നമ്മുടെ പിന്നാലെ നമുക്ക് വരുമോ കാണാനായിട്ട്? ഇല്ല. സോ ഇറ്റ് ഷുഡ് ബി നോട്ടീസ്ഡ്. അവരെ നോട്ടീസ് ചെയ്യിക്കണം. എന്ത്, നമ്മളിങ്ങനെ അപകടമുണ്ട്, അതുകൊണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, നിങ്ങൾ ഞങ്ങൾക്ക് എന്റെ ഒരു സമ്മർഷുവേഡിന് പോളിസിയിലുള്ള ക്ലെയിം എനിക്ക് കിട്ടണം. കാരണം ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ക്ലെയിംസ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതാണ് ക്ലെയിം എന്ന് പറയുന്നത്. അതാണ് ക്ലെയിം എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക. ടു ക്ലെയിം എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൽ നിന്ന് ആവശ്യപ്പെടുന്നതിനെ ഉപയോഗിക്കുന്ന വേർഡ് തന്നെയാണ് ക്ലെയിം എന്ന് പറയുന്നത്. ഇൻഷുറൻസിലെ ക്ലെയിം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ വന്നാൽ അതിനുവേണ്ടി ആവശ്യപ്പെടുന്നതാണ്. ക്ലിയർ ആയോ? ക്ലെയിം എന്താണെന്ന് മനസ്സിലായോ? അടുത്ത രണ്ടെണ്ണം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യമാണ്. ക്ലെയിംസ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് ക്ലെയിമുകളുണ്ട്. ഒന്ന് ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഉണ്ട്, മറ്റൊന്ന് തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്. അപ്പൊ ആരാണ് സെക്കൻഡ് പാർട്ടി എന്ന് വിചാരിക്കുന്നു നമ്മൾ, അല്ലെ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, രണ്ട് രീതിയിലുള്ള ക്ലെയിം ആണുള്ളത്. ഫസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഷുർഡ്. നമ്മളുടെ വാഹനം ഓടിച്ചു പോകുന്നു, എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീഴുന്നു, എന്തെങ്കിലും കാലോ കയ്യോ എന്തെങ്കിലുമൊക്കെ പരിക്കൊക്കെ പറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയി ചിലപ്പോൾ 2 ദിവസം അവിടെ കിടന്നു. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. സോ വി വിൽ നോട്ടീസ് ടു ദ ഇൻഷുറൻസ് കമ്പനി. നമ്മളത് നോട്ടീസ് ചെയ്യിപ്പിക്കും. കാരണം വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ പറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു സ്ക്രാച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അവരെ അറിയിക്കണം. ക്ലെയിം നമുക്ക് ഇൻഷുറൻസ് ഉള്ളതാണ്, വണ്ടിക്കും ഉണ്ട് ഇൻഷുറൻസ്, നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനെ ക്ലെയിം ചെയ്യാം. അതിന് വന്നിരിക്കുന്ന എന്തെങ്കിലും മെയിൻ്റനൻസിനോ നമുക്ക് വന്നിരിക്കുന്ന രോഗങ്ങൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയാലോ ഒക്കെ ചെലവുകളൊക്കെ വരികയാണെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് വിളിക്കുക. അപ്പൊ നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ തന്നെ നമ്മുടെ കാര്യം ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കുന്നു, അതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് ഫോർവേഡ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഇനി എന്താണ് തേർഡ് പാർട്ടി എന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടാ, ചിലർക്കൊക്കെ അറിയായിരിക്കാം. അപ്പൊ എന്താണ് തേർഡ് പാർട്ടി ക്ലെയിം? തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയോട് മറ്റൊരാൾ നടത്തുന്ന ക്ലെയിമാണ്. നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ഞാനാണ് വണ്ടി ഓടിച്ചു പോകുന്നു, ഉദാഹരണത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് സാധനം. ഓക്കെ, എന്റെ വാഹനം ഓടിച്ച് ഞാൻ പോകുന്നു. നേരത്തെ പറഞ്ഞപ്പോ ഞാൻ തന്നെ പോയി എവിടെയെങ്കിലും ഉരുണ്ട് വീണു, കയ്യോ കാലോ ഒടിഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വണ്ടിക്ക് ചിലപ്പോൾ വണ്ടിയുടെ എന്തെങ്കിലും ഒരു സാധനം തകർന്നു, അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വരുന്ന നഷ്ടപരിഹാരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ഞാൻ ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വണ്ടി ഓടിച്ചു പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരാളുടെ എന്തെങ്കിലും പ്രോപ്പർട്ടിയിലാണ് കൊണ്ടുപോയി ഇടിച്ചതെന്ന് വിചാരിക്കാം. മറ്റൊരാളുടെ പ്രോപ്പർട്ടി, എന്റെ അല്ല, എന്റെ സ്വന്തമല്ല. ഓക്കെ, മറ്റേതെങ്കിലും ആളുകളുടെ വണ്ടിയിലോ മനുഷ്യരിലോ ചെന്ന് ഇടിച്ചു. ആൻഡ് അവർക്ക് കൂടി എന്തെങ്കിലും പരിക്ക് പറ്റി, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി എന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? അവരുടെ കൂടി ഇൻഷുറൻസ് നമ്മൾ എന്താ പറയാ ക്ലെയിം ചെയ്താൽ കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അവർക്ക് കൂടി അവർക്ക് വന്നേക്കണ നഷ്ടം അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയതിന്റെ ചെലവോ എന്താണോ അതുകൂടി എന്റെ ഇൻഷുറൻസ് കമ്പനിക്കാർ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൂടി മുൻകൂട്ടി കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ആ ക്ലെയിമിൽ അതൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും, അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അങ്ങനെ ഉണ്ടായിരിക്കും. ഇന്ന് മിക്ക വാഹനമൊക്കെ വാങ്ങിക്കുമ്പോഴേക്ക് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ക്ലെയിം ഉള്ള വണ്ടിയാണോ, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ടോ എന്നൊക്കെ ആദ്യം തന്നെ ആളുകൾ ചോദിക്കും. അതെന്താണെന്നറിയോ? വേറൊരുത്തന്റെ വണ്ടിയുടെയോ അല്ലെങ്കിൽ അവരുടെ മേത്തോ കൊണ്ടുപോയി ഇടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടി ആ നഷ്ടം പരിഹരിച്ചു കൊടുക്കുക. കാരണം അവർ ചോദിക്കൂലേ, നിങ്ങൾ കൊണ്ടത് വണ്ടി കയറ്റി എനിക്ക് ഇത്ര നഷ്ടമുണ്ട്, സോ നമ്മളത് കൊടുക്കണം, നമ്മളല്ലാതെ കൊടുക്കണ്ട. അതിന് പകരം ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി ക്ലെയിം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനി. തേർഡ് പാർട്ടി ക്ലെയിമും ഉണ്ട് ഇൻഷുറൻസിനകത്ത് എന്ന് മനസ്സിലാക്കുക. എന്താണെന്ന് മനസ്സിലായോ? That means claims which is made by one person against another person's company. മറ്റൊരാളുടെ കമ്പനിയിൽ നിന്നും ഒരാള് എന്ത് ചെയ്യുന്നു? ഇൻഷുറൻസിന് വേണ്ടി ക്ലെയിം ചെയ്യുന്നു. അതിനെയാണ് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയാം. അപ്പൊ എവിടെ പോയി ഇവിടുത്തെ സെക്കൻഡ് പാർട്ടി ആരാ? സെക്കൻഡ് പാർട്ടി നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് പാർട്ടി അയാളുടെ സ്വന്തം രീതിയിൽ എന്തെങ്കിലും അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് രോഗമോ എന്താണെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അവര് സ്വന്തമായിട്ട് ക്ലെയിം ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആണ്. തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയോട് മറ്റൊരാൾ നടത്തുന്ന ക്ലെയിം ആണ്. എന്നിട്ട് നമ്മളുടെ ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ പോകും. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ, അടുത്തത്
മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മളിപ്പോ സംസാരിക്കുന്ന കോമൺ ആയിട്ടുള്ള ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് താഴേക്ക് കുറച്ചങ്ങോട്ട് എത്തണം. ഓക്കെ, എക്സ്ക്ലൂഷൻ ആണ് അടുത്തത്. എക്സ്ക്ലൂഷൻ എന്താണ്? എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക എന്നാണ് അല്ലെ. ഏതാണ് ഒഴിവാക്കേണ്ടത്, എന്ത് ഒഴിവാക്കണ കാര്യമായിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് there are some specific circumstances or conditions which are not enlisted in the policy. അതായത് നമ്മുടെ പോളിസിയുടെ കവറേജിന്റെ ലിസ്റ്റിൽ പെടാത്ത, എൻലിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലിസ്റ്റിൽ പെടുക എന്നാണ്. നോട്ട് എൻലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലിസ്റ്റിൽ പെടാത്തത്. ലിസ്റ്റിൽ പെടാത്തതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ കണ്ടീഷൻസോ എന്തെങ്കിലും അവസ്ഥകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചില ഈ പറയുന്ന ഇൻഷുറൻസ് റിസ്കിൽ നിന്നും മാറ്റിയിട്ടുണ്ട്, ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചിലതൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ വേറെ പറയുന്നുണ്ട് എന്താണ് അതൊക്കെ, അങ്ങനെ ഒഴിവാക്കപ്പെട്ട സാധനം എന്താണെന്ന് വിശദമായിട്ട് നേരെ താഴെ പറയുന്നുണ്ട്. അന്നേരം പറയാം എന്താണെന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് എൻലിസ്റ്റഡ് ഇൻ ദ പോളിസി റിസ്ക്. പോളിസിയുടെ റിസ്കിന്റെ അകത്ത് വരാത്ത, അതിന്റെ ലിസ്റ്റിൽ പെടാത്ത എന്താ പറയാ കണ്ടീഷൻസ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ്, അതിനെയാണ് നമ്മൾ വിളിക്കുക എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കാം. അതായത് നഷ്ടസാധ്യതയൊക്കെ ഉണ്ടാകും, പക്ഷെ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഇതില്ല, അതുകൊണ്ട് ഇതിന് എന്ത് കിട്ടില്ല? കവറേജ് കിട്ടില്ല. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ ചുരുക്കി പറഞ്ഞു. ക്ലിയർ ആയോ? ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഇന്ന രോഗത്തിന് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്ക് എന്ത് കിട്ടില്ല? നമുക്ക് ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടില്ല. വൈ? ബിക്കോസ് എന്താണ് കാരണം? എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ലിസ്റ്റ്. കാരണം അത് ആ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് എന്ന്. ഓക്കെ, അപ്പൊ എക്സ്ക്ലൂഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടാ. അത് വൺ വേർഡ് ചോദിച്ചു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഹെൽത്ത് ഇൻഷുറൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു, വീണ്ടും അത് എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കവറേജ് വിച്ച് കവേഴ്സ് ദ കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫോർ മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസ്. നമ്മുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽസിലെ വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും സർജറി പരമായിട്ടുള്ള ചെലവുകൾക്കും ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് കവറേജ്. അതാണ് ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എടുക്കുന്ന കവറേജ്. അതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. എന്താണ് ഒന്നുകൂടി പറയാൻ പറഞ്ഞത്? എക്സ്ക്ലൂഷൻ ആണോ? എക്സ്ക്ലൂഷൻ ആണോ ഒന്നുകൂടി പറയേണ്ടത്? എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അതായത് ചില കണ്ടീഷൻസ് ഇവിടെ ബാക്കിലും പറയുന്നുണ്ട്. എക്സ്ക്ലൂഷൻ എന്ന വേർഡിന്റെ മീനിങ് മാത്രം ഇപ്പൊ നിങ്ങൾ അറിയാം. ഒഴിവാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഇതിനകത്ത് പെടില്ല കേട്ടാ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയിരുത്തൂലേ, അതിനാണ് ഒഴിവാക്കപ്പെടുക. അപ്പൊ ഇവിടെ എന്ത് ഒഴിവാക്കപ്പെടുന്നു? ഇന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഒരു കണ്ടീഷൻ ഈ ലിസ്റ്റിൽ ഇല്ല, ഇത് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജിൽ കൊടുക്കില്ല, ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നതല്ല ഇത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ചില കണ്ടീഷൻസ്, അവസ്ഥകൾ, അതിനെയാണ് എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുക. അത്രേ പറഞ്ഞാൽ മതി. കാരണം വിച്ച് ആർ ദ എക്സ്ക്ലൂഡഡ് സർക്കംസ്റ്റാൻസസ് ഓർ ഡിസീസസ്, ആ ലിസ്റ്റിൽ പെടാത്ത ഡിസീസസ് അല്ലെങ്കിൽ അവസ്ഥകള്, വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് പിന്നീട് നമ്മൾ പഠിക്കുന്നത് ഈ പാഠത്തിൽ തന്നെ. അന്നേരം അത് പറയാം ഏതൊക്കെയാണ് അങ്ങനെയുള്ള സാധനം ഇപ്പൊ പറയണില്ലാന്ന്. കാരണം അതിന്റെ നമ്മുടെ സമയം പോകും. ഓക്കെ, എക്സ്ക്ലൂഷൻ എന്ന വേർഡിന്റെ മീനിങ് മാത്രം മനസ്സിലാക്കുക. എന്തുകൊണ്ട് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ പറയുന്ന ഇൻഷുറൻസിന്റെ അകത്ത് കയറി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഷുറൻസിന്റെ പരിധിയിൽ വരാത്ത ചില സാഹചര്യങ്ങളാകാം, രോഗങ്ങളാകാം, അവസ്ഥകളാകാം, ആക്സിഡന്റുകളാകാം, എന്തായിക്കോട്ടെ, അത് അന്നേരം പറയും അത് ഏതൊക്കെയാണെന്ന്. അത്തരം ഒഴിവാക്കപ്പെട്ട സാധനങ്ങളെ ആ ഒരു ലിസ്റ്റ്, അതിനെയാണ് എക്സ്ക്ലൂഷൻ എന്ന് വിളിക്കുക. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞു. അടുത്ത എന്താ? മെഡിക്ലെയിം ഇൻഷുറൻസ്. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് ടു മീറ്റ് ദ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കവറേജ് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് ആണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു മാക്സിമം സം അഷ്യൂർഡ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റൽ ചെലവുകൾ 50,000 രൂപ വരെ അല്ലെങ്കിൽ 1,00,000 രൂപ വരെ, അതിനെയാണ് സം ഇൻഷുർഡ് അല്ലെങ്കിൽ സം അഷ്വേർഡ് എന്ന് നമ്മൾ പറയും. ആ ഇൻഷുറൻസ് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നമുക്ക് കിട്ടുന്നു. അങ്ങനെയുള്ള ഇൻഷുറൻസിലാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് വിളിക്കുക. ക്ലിയർ ആയോ? മെഡിക്ലെയിം ഇൻഷുറൻസ് അതായത് ഇപ്പൊ ചില പോളിസീസ് ഒക്കെ എടുക്കുമ്പോൾ വീട്ടിലെ 5 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 5 പേരുടെയും പേരിൽ, അല്ലെങ്കിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെയും പേരിൽ ഇൻഷുറൻസ് എടുക്കാം. ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ, പണ്ട് തുടങ്ങിയുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ പറ്റില്ല. അതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വ്യക്തമായി അത്രയും ഇതായിട്ട് പറയാത്തത്. കാരണം ഇത് നമ്മൾ ഇനിയും വീണ്ടും കൂടുതൽ പറയാൻ പോവുകയാണ് ഇതിനെ കുറിച്ച്. അപ്പൊ ഇല്ലേ, ഈ ഇപ്പൊ ഒരു വീട്ടിലേക്ക് ഫാമിലി ഇൻഷുറൻസ് ആണ്
അപ്പൊ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവര് അതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യാതെ എല്ലാ ഇൻഷുറൻസും ഒരുപോലെയല്ല കേട്ടോ, പലതിനും പല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അപ്പൊ അതനുസരിച്ച് മാത്രമേ അവര് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുള്ളൂ. അപ്പൊ ഒരു മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ള വ്യക്തികൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അതിൽ മാക്സിമം എത്രയാണോ അവർ പറഞ്ഞിരിക്കുന്നത് സം അഷ്യൂർഡ്, അതുവരെയുള്ള ചെലവുകൾ കമ്പനി ഏറ്റെടുക്കുന്നു. ആ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു അത്തരം ചെലവുകൾ. അങ്ങനെയുള്ള ഇൻഷുറൻസിനെയാണ് നമ്മൾ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് വിളിക്കാം. അങ്ങനെ കൊടുക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്ലെയിം ഇൻഷുറൻസ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. പ്രധാനമായിട്ട് 3 കാര്യങ്ങൾക്കാണ് ആ ഒരു എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത് മെഡിക്ലെയിം ഇൻഷുറൻസ്. ഏതൊക്കെയാണ്? ഇത് ഇവന്റ് ഓഫ് സഡൻ ഇൽനെസ്, പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് വെച്ചാൽ നേരത്തെ ഒന്നും ആ രോഗമൊന്നും ഇല്ല ആൾക്ക്, പെട്ടെന്ന് അധികം നാളല്ലാതെ പോളിസി ഒക്കെ എടുത്ത് കുറെ നാളൊക്കെ കഴിഞ്ഞപ്പോ ഉണ്ടായതാകാം. അതായത് നേരത്തെ മുന്നിലെ അങ്ങനെ ഒരു രോഗം ഉണ്ടായതായിട്ടൊന്നും അറിവില്ല. പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾക്ക് in the event of an accident, ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് in case of any surgery, ഏതെങ്കിലും തരത്തിലുള്ള സർജറീസിന് ആ സർജറീസ് വരുന്നത് ഏത് സമയത്തായിരിക്കണം? which has been arranged during the period of പോളിസി പീരീഡിനുള്ളിൽ വരുന്ന സർജറീസ്. ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് പ്രധാനമായിട്ടും മെഡിക്ലെയിം ഇൻഷുറൻസ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഏതൊക്കെയാണ്? once again, in the event of sudden illness, in case of any accidents, and also in case of surgery which has arisen during the policy period. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സർജറി ഒക്കെ വന്നു, അത് ആ പോളിസി പീരീഡിനുള്ളിലാണെങ്കിൽ ആ സം അഷ്യൂർഡ് മെഡിക്ലെയിം ഇൻഷുറൻസിന് ആൾക്ക് അർഹതയുണ്ടായിരിക്കും. ക്ലിയർ ആയ? ടേമുകളെല്ലാം ടിക്കിട്ട് വെച്ചേക്കാം അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ആൻഡ് ഓൾസോ അതിന്റെ കൂടെ തന്നെ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട ആ സിറ്റുവേഷൻസ് 3 പറയുന്നുണ്ട്, അതും ടിക്കറ്റ് വെച്ചേക്കാം. അടുത്ത പറഞ്ഞോട്ടെ, ഇനി ക്ലിയർ ആയല്ലോ? പോകാലോ അടുത്തയിലേക്ക്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് മെഡിക്കൽ നമ്മുടെ ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്ന കുറച്ച് ഇൻഷുറൻസ് ഫേംസിന്റെ പേരുകളാണ്. പേരുകൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അവരെന്ത് ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതും നമുക്ക് പഠിക്കാനില്ല. ഓൺലി ദ നെയിംസ് ഓഫ് ദ ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫങ്ഷൻ ചെയ്യുന്ന കുറച്ച് ഇൻഷുറൻസ് ഫേംസിന്റെ പേരുകളാണ്, ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളാണ്. പേരുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ 2 3 ഒക്കെ പേരായിട്ട് തരും. അതിനകത്ത് പെടാത്തതോ അല്ലാതെ കയറി വരാം. അപ്പൊ ഇതിനകത്ത് പെടാത്തത് ഏതാണ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് അപ്പൊ ഓക്കെ, ഏതൊക്കെയാണ്? വൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി അക്സ, ICICI Prudential, Max New York, and also MetLife India. ഇങ്ങനെ 6 തരത്തിലാണ് പ്രധാനമായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന, ഇന്ത്യയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഇൻഷുറൻസ് ഫേമുകൾ. 6 ഒന്നുകൂടി പറയാം. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ICICI Prudential, ഭാരതി അക്സ, മാക്സ് ന്യൂയോർക്ക് ആൻഡ് MetLife India. ടിക്കറ്റ് വെച്ചേക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. കുറച്ച് ഇന്ത്യയിലെ ഫേമുകൾ, ഇന്ത്യൻ ഇൻഷുറൻസ് ഫേമുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടിട്ടുണ്ട് ചോദിച്ച്, അല്ലെങ്കിൽ അതിൽ പെടാത്തത് ഏതാണ്, ഇന്ത്യൻ ഫേംസ് ഓഫ് ഇന്ത്യയിൽ ഇൻഷുറൻസിന്റെ ഇതിനകത്ത് ലിസ്റ്റിൽ വരാത്തത് ഏതാണ്, വന്നത് ഏതാണെന്നൊക്കെ പറഞ്ഞ് പലതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ടിക്ക് ചെയ്യാൻ പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ നേട്ടം എന്താ? ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്താ പറയാ, ഇതൊക്കെ നമുക്കൊരു ആവറേജ്ഡ് ഇൻകം പീപ്പിളിനും അതുപോലെ തന്നെ ബിലോ പോവർട്ടി ലെവൽ പുവർ പീപ്പിളിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ അവർ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ള, തീർച്ചയായിട്ടും എല്ലാവർക്കും എടുക്കാവുന്നതാണ് ഏതെങ്കിലും രീതിയിലുള്ള പോളിസീസിൽ. അതുപോലെ തന്നെ ഈ ബിലോ പോവർട്ടി ലെവലിലുള്ള ആളുകൾക്ക് ചിലപ്പോ വലിയ വലിയ ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ നമുക്കറിയില്ലല്ലോ ഏതൊക്കെ രീതിയിലുള്ള അസുഖങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വലിയ വലിയ ഹോസ്പിറ്റൽസിൽ നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടാൻ വേണ്ടി പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് വലിയ വലിയ പോളിസി ഒക്കെ എടുത്താൽ വലിയ വലിയ ഹോസ്പിറ്റൽസിൽ ചികിത്സയ്ക്ക് പോകാമെന്നൊക്കെ വിചാരിക്കാം. പക്ഷെ അവരുടെ കയ്യിലുള്ള ഇൻകം അതിന് അനുവദിക്കുന്നില്ല. സോ അതുകൊണ്ട് ഇന്ന് ഗവൺമെന്റ് പ്രൊവൈഡ്സ് മെനി ഓപ്പർച്യൂണിറ്റീസ്. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സൗകര്യങ്ങളും ഇതുപോലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ പുതിയ കൊണ്ടുവന്ന് ഗവൺമെന്റ് ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. RSPY ഒക്കെ അതുപോലെയുള്ള പോളിസീസ് ഒക്കെ തന്നെയാണ്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ എന്ത് തന്നെയായാലും പോളിസീസ്, ഇങ്ങനെയുള്ള ഇൻഷുറൻസ് സ്കീമുകൾ, പോളിസീസിനൊക്കെ നമ്മൾ എടുക്കുന്നതിന്റെ നേട്ടം എന്താണ്? തീർച്ചയായിട്ടും അതുകൊണ്ട് നേട്ടം തന്നെയാണ് ഉള്ളത്. ബിക്കോസ്
We can avoid a direct payment out of our pockets. ഈ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഹോസ്പിറ്റൽ ചെലവുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒറ്റയടിക്ക് ഒരു വലിയ എമൗണ്ട് എടുത്ത് കൊടുക്കുന്നതാണോ, അതല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഷുറൻസ് പോളിസീസിൽ നമ്മൾ പങ്കെടുത്തിട്ട് ആ പോളിസിയുടെ പ്രീമിയം എമൗണ്ട് ഇങ്ങനെ അടച്ചടച്ച് അവര് നമ്മൾക്ക് ആ ഒരു ഇൻഡെംനിഫൈ എമൗണ്ട് തരുമ്പോ അങ്ങനെ നമുക്ക് കിട്ടുന്നതാണോ ഏതായിരിക്കും ലാഭകരം? ഏതായിരിക്കും പോളിസി എടുക്കുന്നതല്ലേ? കാരണം അന്നേരം പൈസ ഇല്ല, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഹോസ്പിറ്റൽ വലിയ വലിയ ചെലവ് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഡയറക്റ്റ് പേയ്മെന്റ് ഔട്ട് ഓഫ് പോക്കറ്റ് നമുക്ക് ഒരു പരിധി വരെ അത്തരം ഫിനാൻഷ്യൽ ക്രൈസിസ് നമുക്ക് ഒഴിവാക്കാൻ ഇൻഷുറൻസ് കൊണ്ട് സാധിക്കും. ആൻഡ് ഓൾസോ വി ക്യാൻ ഗെറ്റ് ക്വാളിറ്റി ഹെൽത്ത് കെയർ. മാത്രമല്ല നമുക്ക് നല്ല രീതിയിലുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് കെയർ കിട്ടാനും നമുക്ക് ഉണ്ട്. കാരണം ഇൻഷുറൻസ് കമ്പനിക്കാർ ആ പൈസ കൊടുക്കുമ്പോ ഞങ്ങൾ തരുന്ന പൈസയാണെങ്കിലും പൈസ തന്നെയാണ് അല്ലെ, ഇൻഷുറൻസ് കമ്പനിക്കാർ തരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്കും അത് നോക്കാനുള്ള അധികാരമുണ്ട്. ബിക്കോസ് ദേ ആർ പ്രൊവൈഡിങ് ഇൻഷുറൻസ് ആണെന്ന് വിചാരിച്ചിട്ട് പേഷ്യൻസിന് ക്വാളിറ്റി കെയർ കൊടുക്കുന്നുണ്ടോ, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ അവർക്ക് കൂടി വേണമെങ്കിൽ വന്ന് നോക്കന്വേഷിക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽസ് ക്വാളിറ്റി സർവീസസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തോളും. അപ്പൊ അതൊരു വലിയ എന്താ പറയാ അഡ്വാൻറ്റേജ് ആണ്. ഡയറക്റ്റ് ഔട്ട് ഓഫ് പേയ്മെന്റ് പോക്കറ്റ് പേയ്മെന്റ് റിസൾട്ട്സ് ഇൻ ഫിനാൻഷ്യൽ ക്രൈസിസ്. നമ്മൾ കയ്യിൽ നിന്ന് ഒറ്റയടിക്ക് അത്രയും വലിയ തുകയൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ അത് നമുക്ക് സാമ്പത്തികമായ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അന്നേരം ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട്. സോ ഇൻഷുറൻസ് കവറേജ് വിൽ ഗിവ് അസ് എ എന്താ പറയാ, ഇറ്റ് പെർമിറ്റ്സ് അസ് ടു പുവർ പേഷ്യൻസ്. മാത്രമല്ല ദരിദ്രരായിട്ടുള്ള പേഷ്യൻസിന് ഇത് വളരെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും കോസ്റ്റ്ലി സർവീസ് ഹെൽത്ത് കെയർ സർവീസ് കിട്ടൂല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഇത്തരം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അവർക്കും നമ്മൾ എല്ലാവരെയും പോലെ തന്നെ എന്ത് കിട്ടുന്നു, ട്രീറ്റ്മെന്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ എന്താ, കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസ് സെൻഡ് ദ ഫാമിലീസ് ഇൻ ടു പോവർട്ടി. ഇത്രയും വലിയ വലിയ ചിലവേറിയ തുകകൾ എന്താണ് നമ്മള് ഹോസ്പിറ്റലിന് വേണ്ടിയൊക്കെ രോഗങ്ങൾക്കൊക്കെ വേണ്ടി വരുമ്പോ ചെലവാക്കുമ്പോ അതെന്ത് പറ്റും, ചില ആളുകളെ ചില കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടും. കാരണം ഉണ്ടായാലും മുഴുവനൊക്കെ വിറ്റ് പെറുക്കി ചിലപ്പോ വീടും പറമ്പൊക്കെ വിറ്റിട്ടൊക്കെ ആയിരിക്കും ചില ആൾക്കാര് വലിയ വലിയ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ദൂര സ്ഥലങ്ങളിലേക്കോ വലിയ വലിയ ഹൈ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റൽസിലേക്കോ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വലിയ എമൗണ്ടുകൾ സാലറി ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഇതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ വളരെ ചെറിയ എമൗണ്ട് വരുമാന മാർഗമുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള പെട്ടെന്നുണ്ടാകുന്ന വലിയ, നമ്മൾ എത്രയോ ആളുകളുടെ പലരും ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസ് കണ്ടിരിക്കുന്നു അല്ലെ. ഇത്ര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് 35 ലക്ഷം അല്ലെ, 75 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിചാരിക്കും വലിയ ലക്ഷത്തിനൊന്നും ഒരു വിലയില്ല എന്നല്ലേ. ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഒരൊറ്റ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകളാണ് ഈ പറയുന്നത്. 75 ലാക്ക് 50 ലാക്ക് വേണം, നിങ്ങളൊന്ന് ഷെയർ ചെയ്യൂ. ഒത്തിരിയൊക്കെ നമ്മൾ ഷെയർ ചെയ്യുകയും അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുമായിരിക്കും നമ്മളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ മനുഷ്യപ്പെട്ടവരാണല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മളുടേതായ കുഞ്ഞ് സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. എന്തുകൊണ്ട്? ബിക്കോസ് ദേ കനോട്ട് അഫോർഡ് സച്ച് ബിഗ് എമൗണ്ട് അല്ലെ. തീർച്ചയായിട്ടും അത്രയും വലിയ എമൗണ്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അഫോർഡ് ചെയ്യാനില്ല കയ്യില്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താ പറയാ, ഇത് അവരുടെ വീട്ടിൽ അച്ഛനൊക്കെ ചിലപ്പോ വിറ്റിട്ടായിരിക്കും അവരാ ചെലവൊക്കെ നടത്താം. അപ്പൊ അത് പറ്റും അവസാനം ചികിത്സയൊക്കെ കഴിഞ്ഞ് ആളെ കൊണ്ട് തിരിച്ചറിയി കഴിയുമ്പോഴേക്കും ഇവരിവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയിലായി മാറും. അപ്പൊ അതിലേക്ക് ഒരു പരിധി വരെ മെഡിക്കൽ ഇൻഷുറൻസ് അവോയ്ഡ് ചെയ്യാൻ, അത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. Okay, next one, medical insurance coverage permits patient for negotiation. പേഷ്യൻസുമായിട്ട് കാര്യങ്ങൾ കൂടിയാലോചിച്ച് എന്ത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് വേണം, എവിടെയാണ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത്, അപ്പൊ ക്ലെയിം ഒക്കെ കിട്ടുന്നതായതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആലോചിച്ച് എന്താ പറയാ കൂടിയാലോചിച്ചൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാവുന്നതാണ്. ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഇൻഷുറൻസുകാരും ഇവർക്കൊപ്പം കൂടി തമ്മിൽ ഡിസൈഡ് ചെയ്ത് ആലോചിച്ച് ചെയ്യാവുന്നതാണ്. അത് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടി ആലോചിക്കുക എന്നാണ്. പേഷ്യൻസിന് എവിടെയാണോ അവർക്ക് ആവശ്യം, അവരുടെ എന്താ പറയാ ചികിത്സ വേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച് അറിഞ്ഞിട്ട് അത് അവിടെ എവിടെയാണെന്ന് വെച്ചാൽ ആ എന്താ പറയാ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള അനുവാദം അവർക്ക് കൊടുക്കുക. അതാണ്. പിന്നെ പ്രൊട്ടക്ട്സ് യു ഫ്രം ഹൈ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. അധികം അപ്രതീക്ഷിതമായ കുറെ ചെലവുകളെയൊക്കെ അതിനെതിരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഇൻഷുറൻസ് കൊണ്ട് സാധിക്കും. നമ്മൾ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കുക എന്ന് വെച്ചാൽ അത്രയും വലിയ എമൗണ്ട് നമുക്ക് പറ്റില്ല എന്നുള്ള കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ചികിത്സ വേണ്ട, ആളവിടെ കിടന്ന് പോട്ടെ എന്നാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അത്തരം അൺഎക്സ്പെക്ടഡ് കോസ്റ്റുകൾ ഉണ്ടെങ്കിലും മെഡിക്ലെയിം ഇൻഷുറൻസുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമുക്ക് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ആർക്കായാലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ
ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി അഫോർഡബിൾ. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ. കാരണം ഇപ്പൊ ഇൻഷുറൻസ് ഇല്ല, ഒട്ടും ദരിദ്രരായിട്ടുള്ള ആൾക്കാരുണ്ട്. ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ പുതിയ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഇൻഷുറൻസ് പദ്ധതികളൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഇന്ന് ഇൻഷുറൻസ് ഉണ്ട്. പക്ഷെ കുറച്ചു കാലഘട്ടം മുമ്പ് വരെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ദരിദ്രർക്ക് ചികിത്സ, ബെറ്റർ ചികിത്സയ്ക്ക് വേണ്ടി വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പക്ഷെ ഞങ്ങൾ ഇതൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് ഇത് ആളെ കൊണ്ടുപോകാൻ പറ്റില്ല. സോ എന്താ ചെയ്യാൻ പറ്റുക, ഇവിടെ തന്നെ കിടക്കുന്നു. അത് തന്നെ എന്നാ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഇയാളെ നമുക്ക് നല്ല രീതിയിലേക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അവരുടെ കയ്യിൽ പണമില്ല, അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവരവിടെ തന്നെ കിടക്കുന്നു. ഇന്ന് അതല്ല, ഇന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഗവൺമെന്റ് ഒരുപാട് പുതിയ പുതിയ ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവരെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ട്. കാരണം അവർക്ക് വലിയ വലിയ എമൗണ്ട് പ്രീമിയം ഒന്നും അടയ്ക്കാനുള്ള കെൽപ്പില്ല. ഈ 10,000 രൂപ ഒരു ദിവസം കൂലിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവര് അത് വെച്ചിട്ട് ഒരു കുടുംബത്തെ പോറ്റുകയോ അല്ലെങ്കിൽ ഇൻഷുറൻസിന് വേണ്ടി ആ പൈസ മാറ്റി വെക്കുകയോ ചെയ്യോ? ഇല്ല. അവർക്ക് ഓരോ ദിവസവും മനുഷ്യന്മാർക്ക് ജീവൻ നിലനിർത്താനുള്ളതെങ്കിലും വേണം, അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് മാറ്റാൻ അവർക്ക് കാശ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവർ ഉദ്ദേശിച്ചിട്ട് ഒത്തിരി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. എന്താ ഈ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാരൊക്കെ ഇൻഷുറൻസ് എടുക്കും. അതായത് വലിയ കാശുള്ള ആൾക്കാരും മറ്റേ എന്താ പറയുക ഇൻഷുറൻസ് എടുക്കും. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ? ഈ നമ്മള് ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, അത് ഞാൻ പറഞ്ഞ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവര് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ അതിന് പ്രീമിയം ഒക്കെ അടയ്ക്കണമല്ലോ. ആ പ്രീമിയത്തിന്റെ എമൗണ്ടില്ലേ, പ്രീമിയം എത്ര രൂപയാണ് അടയ്ക്കുന്നത്, ഒരു വർഷത്തിൽ എത്ര രൂപയാണ് അടയ്ക്കുന്നത്, അത് ഈ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ആൾക്കാർക്ക് ആ അടച്ച പ്രീമിയം, ഒരു വർഷത്തെ അടച്ച പ്രീമിയം ഇല്ലേ, ആ പ്രീമിയത്തിന്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. മനസ്സിലായോ? എന്താണ് പറയുന്നത്? ടാക്സ് ബെനിഫിറ്റിന്റെ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായില്ല? ടാക്സിന്റെ നേട്ടമുണ്ടെന്ന് നമ്മുടെ ഇൻഷുറൻസ് എടുത്താൽ അതൊരു നേട്ടമായിട്ടാണ്, അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. മനസ്സിലായെന്നാണോ എല്ലാവർക്കും? മനസ്സിലായി ഒന്നുകൂടി പറയാൻ വേണ്ടിട്ടാ. മനസ്സിലായി ചിലത്, ഒരാൾക്ക് മനസ്സിലായില്ല. ഓക്കെ, കുറച്ച് പേർക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റക്ക് ആയിട്ട് നിന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു 10 ലക്ഷം രൂപ ഉള്ള ഒരാൾ, 10 ലക്ഷം എന്താ പറയാ, ആളുടെ 10 ലക്ഷം രൂപ ഏൺ ചെയ്ത ഒരാളാണ് വിചാരിക്കാം. സോ ആൾക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആളാണ്. ഈ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആൾക്ക് ഈ ടാക്സിന്റെ എമൗണ്ട് എത്രയാണോ, ടാക്സ് എത്രയാണോ അയാളുടെ ഇൻകമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത്രയും പെർസെന്റേജ് കാൽക്കുലേറ്റ്, ഇത്ര ശതമാനം നീ ടാക്സ് കൊടുക്കണം. അവരുടെ ഇൻകം ബേസ് ചെയ്തിട്ടായിരിക്കും ടാക്സിന്റെ ഒരു പെർസെന്റേജ് പറയാം. അപ്പൊ ഈ ടാക്സ്, ഇൻകം ടാക്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന അതോറിറ്റീസ്, അതിന്റെ ബന്ധപ്പെട്ട അധികാരികളുണ്ടല്ലോ, അവര് ആ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ആൾക്ക് ഇൻഷുറൻസ് ഉള്ള ആളാണെങ്കിൽ ഇൻഷുറൻസിന് ഇയാൾ പ്രീമിയം ആയിട്ട് അടച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു വർഷത്തേക്ക് ആള് പ്രീമിയം ആയിട്ട് 2 ലക്ഷം രൂപ അടച്ചിട്ട് അല്ലെങ്കിൽ 3 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. പ്രീമിയം ആയിട്ട് ചിലപ്പോൾ വലിയ വലിയ പോളിസീസ് എടുത്തിരിക്കുന്ന ആളാണെങ്കിലേ ഒരു 3 ലക്ഷം രൂപ ആ വർഷത്തിൽ അയാള് ഇൻഷുറൻസ് പ്രീമിയം ആൾക്ക് അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ഇയാൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ എമൗണ്ട് ഇൻകം നോക്കുന്നു 10 ലക്ഷം. 10 ലക്ഷത്തിൽ നിന്ന് ഈ 3 ലക്ഷം രൂപ ഇയാൾ പ്രീമിയം ആയിട്ട് അടച്ചിട്ടില്ല ഇൻഷുറൻസിന് വേണ്ടി, ആ 3 ലക്ഷം കൊണ്ട് ഡിഡക്ട് ചെയ്യുന്നു, കുറയ്ക്കും. ബാക്കി എത്രയുണ്ട് അതില്? 7 ലക്ഷം. ആ 7 ലക്ഷത്തിന്റെ എത്ര ശതമാനമാണോ ടാക്സ് അതോറിറ്റി അവരുടെ ഇൻകം ടാക്സ് എന്താ പറയാ ഈടാക്കുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും ഈടാക്കുക. അപ്പൊ ടാക്സ് ഡിഡക്ട് ചെയ്യപ്പെടും ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ആൾക്കാർക്ക്. മനസ്സിലായോ? അതാണ് പറഞ്ഞേക്കുന്നത്. ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയും ഇൻഷുറൻസ് എടുക്കുന്നു. ഇപ്പൊ ക്ലിയർ ആയ? മനസ്സിലായ? ഇനി മനസ്സിലായി എന്ന് പറയുന്നത് പ്ലീസ്. അതാ ചോദിച്ചത്. കാരുണ്യ ആണോ? കാരുണ്യ മനസ്സിലായ? യെസ്, ഓക്കെ. അപ്പൊ അത്രേ ഉള്ളൂ. അതായത് അപ്പൊ ടാക്സ് ഒക്കെ ഇങ്ങനെ കുറയ്ക്കാൻ വേണ്ടി ചില ആൾക്കാർ അങ്ങനെയാണ്. ഇപ്പൊ ഭയങ്കര കുറച്ച് കൂടുതൽ സാലറി ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ടാക്സ് കൊടുക്കേണ്ടി വരും. അവര് അതിന് വേണ്ടിയിട്ട് ആ ടാക്സിന്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി ഇപ്പൊ 10 ലക്ഷത്തിന് 5% വെച്ച് ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എത്ര കൂടുതൽ ഇൻകം ആണോ അവിടെ കാണിക്കേണ്ടി വരുന്നത്, ആ കാണിക്കുന്ന ഇൻകമിന് വേറെ ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ ആ ഇൻകമിന് ബേസ് ചെയ്ത് മൊത്തത്തിൽ ടാക്സ് ചെയ്യപ്പെടും. അതേസമയം അതിനകത്ത് ബാധ്യതകൾ ചേർന്നുമ്പോഴില്ലേ
ബാധ്യതകൾ കയറുമ്പോൾ ആ ബാധ്യത കുറച്ചിട്ട് ബാക്കിയുള്ളതിന് ടാക്സ് കൊടുത്താൽ മതി. അതിനാണ് ചില ആൾക്കാർ EMI എടുക്കും. ഒരുപാട് സാലറി ഉള്ള ആൾക്കാരെ ലോൺ പോലെയൊക്കെ ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും എടുത്തു വെക്കും. എന്ന് വെച്ചാൽ EMIക്ക് പൈസ എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പൊ എന്താ, അവിടെ ലോൺ എമൗണ്ട് എടുക്കാണ്. EMI എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ലോണായിട്ട് സാധനം വാങ്ങിക്കുന്ന പോലെ തന്നെ കടമായിട്ട് വാങ്ങിക്കുന്നത്, മാസം മാസം പൈസ അടയ്ക്കുന്നതല്ലേ EMI അല്ലേ. 50 രൂപയ്ക്ക് വേണ്ടി വാങ്ങിക്കേണ്ട സാധനം 150 രൂപയ്ക്ക് വാങ്ങിക്കുന്നത്, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. നമ്മുടെ 100 രൂപ കൂടുതൽ അവരുടെ കയ്യിൽ കിട്ടുന്നു. ഒരു ചെറിയ എമൗണ്ടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 10,000 രൂപ വിലയുള്ള ഒരു സാധനമാണെങ്കിൽ നമ്മൾ അടച്ചു വരുമ്പോഴേക്കും 20,000 കഴിയും. കാരണം എന്താ, അത് അവരുടെ പോളിസി. അവരതിന് ഇൻട്രസ്റ്റ് കൂടി ചേർത്തിട്ടാണ് നമുക്ക് ആ വസ്തു പ്രൊവൈഡ് ചെയ്യുന്നത്. ഒത്തിരി ആളുകൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മള് ആ മന്ത്ലി അടയ്ക്കേണ്ട എമൗണ്ട്, അതുപോലെ തന്നെ ഡൗൺ പേയ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് മൊത്തം എത്ര രൂപയാണ് ആ സാധനത്തിന് വന്നേക്കണേ. EMI പ്രകാരം ആണെങ്കിൽ നോക്കാം. അതേ സാധനം നമ്മള് പുറത്ത് അത് എത്ര രൂപയ്ക്ക് വാങ്ങിക്കുന്നു, അതിന്റെ ഫുൾ ക്യാഷ്, റെഡി ക്യാഷ് എമൗണ്ട് ആയിട്ട് വാങ്ങിക്കുമ്പോ വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും അവര് നമുക്ക് തരുന്ന ഒരു എന്താ പറയാ ഫെസിലിറ്റിയാണ്. ആ മുഴുവൻ പേയ്മെന്റ് ഒരുമിച്ച് കൊടുത്ത് നമുക്ക് വാങ്ങിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ചിലർ അങ്ങനെ എടുക്കും. പക്ഷെ ചില ആൾക്കാര് ഈ ടാക്സിന്റെ ആ ഒരു ബാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് EMI ലോണുകള്, അതുപോലെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്ന എമൗണ്ട്, ഇതൊക്കെ ടാക്സിൽ നിന്ന് കുറച്ച് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് ഇതിനെ ഡിഡക്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എമൗണ്ടിൽ ടാക്സ് ഈടാക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് എന്താണ്, ഇൻഷുറൻസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വലിയ നേട്ടമായിരിക്കും. അപ്പൊ ഡയറക്റ്റ് പേയ്മെന്റ് പോക്കറ്റിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വരും. അതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്നത് ഒരു നല്ല നേട്ടമാണ്. കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് നമുക്ക് വേണ്ടി വരുമ്പോൾ അത് ചില ഫാമിലീസിനെ പോവർട്ടിയിലേക്ക് ലീഡ് ചെയ്യുന്നു. മറ്റൊന്ന്, മെഡിക്കൽ ഇൻഷുറൻസുകാർക്ക് ഓൾസോ പെർമിറ്റ് പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. നമ്മളോട് കൂടി ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എവിടെ ട്രീറ്റ്മെന്റ് ഇതിലൊക്കെ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി ചെയ്യിപ്പിക്കാൻ പറ്റും. ഹൈ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ലോസുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽത്ത് ഇൻഷുറൻസിന് സാധിക്കും. ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ ആർക്കും സാധ്യമാക്കാം, അഫോർഡ് ചെയ്യാം. കാരണം ഇത് ഇൻഷുറൻസ് കമ്പനിക്കാരായിരിക്കും പൈസ കൊടുക്കുക. സോ അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, പോയിട്ട് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് കൊടുക്കണ്ടോ നോക്കാനൊക്കെ. ആൻഡ് ലാസ്റ്റ് വൺ, ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കയ്യിൽ പിടിച്ചിട്ട് നല്ലതാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത് എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഇനി എന്തൊക്കെ എക്സ്പെൻസസ് ആണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നത്? അതായത് ഹെൽത്ത് ഇൻഷുറൻസിന് നമുക്ക് എന്താ പറയാ കിട്ടണമെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറെ ഇഷ്ടംപോലെ എക്സ്പെൻസുകൾ നമ്മൾക്ക് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ നമ്മളിവിടെ പറയാൻ പോവാണ്. ഒന്ന്, ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുക അല്ലെ, ഡ്യൂ ടു എനി ഇഞ്ചുറി ഓർ ഇൽനെസ് ഓർ ഡിസീസ്. എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ മുഴുവോ ചതവോ ഒടിവോ ഒക്കെ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് അത് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ പ്രകാരം കവർ ചെയ്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ they can get many of the hospitalization expenses. ഇൻഷുറൻസ് പോളിസിയുള്ള ആളാണെങ്കിൽ എന്ത് കിട്ടും? ഒരുപാട് ഹോസ്പിറ്റലൈസ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അത് ഏതൊക്കെ തന്നെയാണ് ആ അത്തരം എക്സ്പെൻസുകൾ? ഇൻഷുറൻസ് കമ്പനി അങ്ങനെ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകൾ ഏതാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ എടുത്തു പറഞ്ഞിരിക്കുന്നത് പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെയാന്ന് നോക്കിയേ? റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജസ്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറി, മാത്രമല്ല അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ് ആൻഡ് ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ്. അതായത് നമ്മളുടെ പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുമ്പോൾ അവിടുത്തെ റൂമിന്റെ വാടക, അത് ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിക്കാര് അതിന്റെ ചെലവുകൾ വഹിക്കുന്നതായിരിക്കും. നഴ്സിംഗ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകളൊക്കെ ഉണ്ടാവില്ല, ഒരു ബില്ലായിട്ട് വരും അവസാനം, അതിന്റെ ചെലവുകൾ. ICU കിടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ചാർജസ്, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാർജസ്, സർജറി ചെയ്യുന്നതിന്റെ ചാർജസ്, പിന്നെ സർജിക്കൽ ടൂൾസ് ഒക്കെ ചിലപ്പോ പുറത്തുനിന്ന് എഴുതും. അപ്പൊ ചിലപ്പോ ഹോസ്പിറ്റലിന്റെ ഫാർമസിന്നോ അല്ലെങ്കിൽ അവരെടുക്കുന്നതല്ല, അവർ ഹോസ്പിറ്റലിലെ സർജറി ചെയ്യുമ്പോൾ അവരുടേതായ ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ. ഓപ്പറേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അറിയാൻ സാധനമൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും പുറത്തുനിന്ന് ഡിസ്പോസിബിൾ ആയിട്ടുള്ളതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റിന് ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആഫ്റ്റർ ദ യൂസ് ദേ ക്യാൻ ഡിസ്പോസിറ്റ്, അത് ഡിസ്പോസ് ചെയ്ത് കളയേണ്ടി വരുന്ന ചില എക്യുപ്മെന്റുകളൊക്കെ ഉണ്ടാവും, ടൂൾസ് ഒക്കെ ചെറുതും വലുതൊക്കെ അങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ട എന്തെങ്കിലും മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും, അത്തരം ടൂൾസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പൈസ കൊടുക്കണ്ടേ. അപ്പൊ അത്തരം എക്സ്പെൻസുകൾ എല്ലാം തന്നെ ഇതിലൊരു ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളിൽ വരും. ഇത് എക്സ്പെൻസ് ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകളാണ്.
അപ്പോ ഏതൊക്കെയാണ്? റൂം റെന്റ്, nursing expense, ICU charge, doctor consultation, surgery and other tools, surgical tools, diagnostic materials, etc. Clear ആയോ? Inpatient expense മനസ്സിലായോ? Okay, very good. Next one. അടുത്തത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. പ്രീ മീൻസ് എന്താ? പ്രീ എന്ന് പറഞ്ഞാൽ മുൻപ് എന്നർത്ഥം അല്ലെ? പ്രീ ഡിഗ്രി, ബിഫോർ ഡിഗ്രി എന്നാണ് അർത്ഥം അല്ലെ? ഡിഗ്രിക്ക് മുൻപ് എന്നാ പ്രീ ഡിഗ്രി പത്രം. അപ്പൊ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അഡ്മിഷൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ളത്. അപ്പൊ ഈ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഏത് അവസ്ഥയിൽ കൊണ്ടുവന്ന് നമുക്കറിയില്ല. കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നോ അല്ലെങ്കിൽ നേരിട്ട് നടന്നു വന്നോ എങ്ങനെയൊന്നും നമുക്കറിയില്ല. പക്ഷെ എങ്ങനെയായാലും ഇവിടെ എത്തി ഹോസ്പിറ്റലിൽ ഡോക്ടർ നോക്കി, ഡോക്ടർ പരിശോധിച്ചു അല്ലെ? അതിനുശേഷമാണ് ഡോക്ടർ തീരുമാനിക്കുക whether the patient has to be admitted or not. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഡോക്ടറാണല്ലോ തീരുമാനിക്കണേ. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനു മുമ്പ് വരെയുള്ളത്, അതായത് ഡോക്ടറുടെ അടുത്തേക്ക് എത്തി ഡോക്ടർ തീരുമാനിക്കുന്നതിന് മുമ്പുള്ള ആ പീരീഡ്, അതിനെയാണ് നമ്മള് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് വിളിക്കുക. അതിനു മുമ്പും ചെലവുകൾ ഉണ്ടാവില്ലേ? അപ്പൊ പേഷ്യന്റിന് ഏതെങ്കിലും തരത്തിലുള്ള ചെലവുകളൊക്കെ വരുമല്ലോ. അത് എന്തൊക്കെയാണ്? അതും ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യുന്ന ചെലവുകളാണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇത് കൺസിസ്റ്റ് ഓഫ് ഡോക്ടർ കൺസൾട്ടേഷൻസ്, മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, പ്രൈമറി പ്രൊസീജിയേഴ്സ്, പ്രിവെന്റീവ് സർജറീസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് മെഡിസിൻസ്. ഇതൊക്കെ ഇതിനകത്ത് വരും. ഏതൊക്കെയാ? ഡോക്ടറെ പരിശോധിച്ചത്, അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ചെലവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ. മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, ഇനി ആ രോഗിക്ക് എന്താണ് യഥാർത്ഥ രോഗത്തിന്റെ കാരണം എന്നൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന മറ്റെന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ അത്. പ്രൈമറി പ്രൊസീജിയേഴ്സ്, ആദ്യമായിട്ട് പ്രാഥമിക എന്തെങ്കിലും ചികിത്സകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്. പ്രിവെന്റീവ് സർജറീസ്, എന്തെങ്കിലും തടയാൻ വേണ്ടി പെട്ടെന്ന് അത് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് നടത്തുന്ന സർജറി. അതായത് അന്നേരം പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് സർജറി നടത്താമെന്നല്ല. ചില പേഷ്യൻസിനെ കാഷ്വാലിറ്റിയിൽ എമർജൻസിയിൽ കൊണ്ടുവന്നിട്ട് ഇതും നേരെ ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരിക്കണേ. അവിടെ ഡോക്ടർ അവിടെയായിരിക്കും കൺസൾട്ടേഷനും മറ്റേ ഓപ്പറേഷനൊക്കെ പെട്ടെന്ന് നടത്തേണ്ടി വരും. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തിയില്ലെങ്കിൽ ആളുടെ ലൈഫിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്നുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അഡ്മിഷൻ ഒക്കെ അത് കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ. ഓക്കെ, ഈ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അഡ്മിറ്റഡ് ആക്കിയിട്ടുണ്ടാവുള്ളൂ പേഷ്യൻസിനെ അല്ലെ? ഒബ്വിയസ്ലി ആ പേഷ്യന്റ് അഡ്മിറ്റഡ് ആയിരിക്കും. കാരണം എന്താ? അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലല്ലേ പേഷ്യന്റിനെ കൊണ്ടുവന്നേക്കണേ. അപ്പൊ എന്തായാലും അപ്പൊ തന്നെ ഇന്നൊരു പോകൂല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്ന പ്രിവെന്റീവ് സർജറീസ്, പെട്ടെന്ന് എന്തെങ്കിലും തടയാൻ വേണ്ടി, ഇപ്പൊ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒരു വലിയ ഇഞ്ചുറി ഒക്കെ ആയിട്ട് വരുന്നു, ഒരു പേഷ്യന്റ് ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഭയങ്കരമായിട്ടല്ലോ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സർജറി ആവശ്യം ഉണ്ടായിരിക്കും അല്ലെ? ബ്രെയിനിൽ നിന്നൊക്കെ ചിലപ്പോൾ ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഓപ്പറേറ്റ് ചെയ്ത് പെട്ടെന്ന് അത് എന്താ പറയാ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ നടത്തുന്ന സർജറീസ് അതൊക്കെ ഇതിന് മുമ്പൊക്കെ ആയിരിക്കും, അഡ്മിഷൻ മുമ്പായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തുന്നത് എങ്കിൽ അത്, പിന്നെ ഈ പറയുന്ന സർജറിയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത്, ഇതൊക്കെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ആണ്. ഓൾ ദീസ് വിൽ ബി മെറ്റ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനി ഈ പറയുന്ന ചെലവുകളെല്ലാം വഹിക്കുന്നതായിരിക്കും. ക്ലിയർ ആയോ? അപ്പോ ആ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ സെന്റൻസ് ഇത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സെന്റൻസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറയല്ലേ? ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഈ സെന്റൻസ്, these consist of doctor consultations, medical investigations, primary procedures, preventive surgeries, diagnostic tests and medicines. പഠിക്കോ? അടുത്തത് അതുപോലെ തന്നെ മറ്റൊന്നാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. കൂടി പറഞ്ഞിട്ട് നിർത്താട്ടാ. എന്താണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? ആഫ്റ്റർ, അതായത് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം, അതായത് പേഷ്യന്റിന് കെയർ കൊടുത്ത് മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. ആഫ്റ്റർ പേഷ്യന്റ് ഈസ് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ അപ് ടു ദ പീരീഡ് വേർ സ്പെസിഫൈഡ് ഏർലിയർ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു എന്നിട്ടും ചില പേഷ്യൻസിന് ചില ചെലവുകളൊക്കെ അത് കഴിഞ്ഞിട്ട് വരാറുണ്ട്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? പോസ്റ്റ് ഹോസ്പിറ്റൽ കൺസൾട്ടേഷൻ, അതായത് കിടത്തി ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പോകുന്നതിന് മുമ്പ് ഡോക്ടർ വീണ്ടും ഒന്ന് കാണേണ്ടി വരും. പേഷ്യന്റിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ, അപ്പൊ ഒന്നുകൂടി ഒക്കെ ചെക്ക് ചെയ്ത് പരിശോധിച്ചിട്ടൊക്കെ ചിലപ്പോൾ ബാക്കി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടി വരുന്ന ചിലവ്. പിന്നെ എന്തെങ്കിലും ടെസ്റ്റുകൾ പോകുന്നതിന് മുമ്പ് എന്താ പറയാ എന്തെങ്കിലും ടെസ്റ്റുകൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടൊക്കെ പോകേണ്ടി വരും.
അപ്പൊ അതിന്റെ ചെലവുകള്, മെഡിസിൻസിന്റെ പോകുന്നതിന് കൊടുത്തു വിടേണ്ട മെഡിസിൻസ്, എന്തെങ്കിലും തെറാപ്പി കൊടുക്കണമെങ്കിൽ അതിന്റെ ചെലവുകള്, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ എല്ലാം, ഇതെല്ലാം അതായത് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വരുന്ന എല്ലാ തരത്തിലുള്ള ചെലവുകളുമാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിൽ വരാം. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. ദീസ് കൺസിസ്റ്റ് ഓഫ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൺസൾട്ടേഷൻ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, മെഡിസിൻസ്, തെറാപ്പീസ്, ഡ്രഗ് ആൻഡ് എക്സെട്ര. ആ സെന്റൻസ് ആണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൽ ടിക്ക് ചെയ്യേണ്ടത്, അല്ല സോറി അണ്ടർലൈൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഓക്കെ, പത്രം വരെ ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം. സമയം കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യം അടുത്ത ദിവസങ്ങളിൽ എടുക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുള്ള ചാപ്റ്റർ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അത്തരം ക്ലാസ്സിലൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. ഓക്കെ, പിന്നെ കുറച്ചുകൂടി